ദൃശ്യഭാഷ, ഡ്രോൺ ചിത്രങ്ങൾ മുതൽ അജ്ഞാത കലാകാരൻ വരെ. ക്യാമറയുടെ ശക്തി നാം കാണുന്നു. ദൃശ്യങ്ങളും വാക്കുകളും ശക്തമായി ആശയങ്ങൾ പ്രകാശിപ്പിക്കും. നിശ്ചല ദൃശ്യങ്ങളെപ്പോലെ ചലിക്കുന്ന ദൃശ്യങ്ങളും നല്ല മാധ്യമങ്ങളാണ്. പൂഴി ചിത്രം കൊണ്ട് കഥ പറയുന്ന സാൻഡ് ആർട്ട് പ്രസിദ്ധമാണല്ലോ. നല്ല ഇന്ത്യക്കായി ശ്രദ്ധാപൂർവം വോട്ട് ചെയ്യുക എന്ന സന്ദേശം പകരാൻ ഡോക്ടർ ബാദൽ ബറ എന്ന കലാകാരൻ ഉണ്ടാക്കിയ കലാരൂപത്തിൻ്റെ ഭാഗമാണിത്. അല്പം പൂഴി, 2 കൈകൾ, ആശയം, ഇത്രയും കൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ ശേഷിയുണ്ട് സാൻഡ് ആർട്ടിന്. അന്താരാഷ്ട്ര വേദികളിൽ ഇത് അവതരിപ്പിക്കാറുണ്ട്. ടെക്നോളജി പുരോഗമിച്ചതോടെ ആശയവിനിമയത്തിനുള്ള ദൃശ്യകലാരൂപങ്ങൾക്ക് പകിട്ടുകൂടി. ഷാങ്ഹായിയിൽ ഈയിടെ നടന്ന ഒരു ഡ്രോൺ ഷോയിൽ നിന്ന് അല്പം കാണാം. 65,000 ഡ്രോണുകൾ ഉപയോഗിച്ച് ചൈന ലോക റെക്കോർഡ് സ്ഥാപിച്ചു. അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഡ്രോണുകൾ കൊണ്ട് നാശം വിതക്കുകയാണ്. ചൈനയാകട്ടെ സർഗാത്മകതയുടെ, ഐക്യത്തിൻ്റെ സന്ദേശം നൽകുന്നു. ശരീരം എന്ന മാധ്യമം ഉപയോഗിച്ച് ആശയം പ്രകടിപ്പിക്കുന്ന ദൃശ്യകലയാണ് നൃത്തം. ഏപ്രിൽ 29 അന്താരാഷ്ട്ര നൃത്ത ദിനത്തിന് സ്വീഡിഷ് ഫ്രഞ്ച് കലാകാരന്മാർ സംയുക്തമായി അവതരിപ്പിച്ച പരിപാടിയിൽ നിന്ന് അല്പം. അർത്ഥം തേടുന്ന മനസ്സും തിരസ്കരിക്കപ്പെടുന്നവരുടെ രോഷവും പ്രതിഫലിപ്പിക്കുന്നു ഇത്. സാൻഡ് ആർട്ടായാലും ഡ്രോൺ ഷോ ആയാലും നൃത്തമായാലും ദൃശ്യകല ആശയം പ്രകടിപ്പിക്കാനുള്ള മാധ്യമമാണ്. നിശ്ചല ദൃശ്യങ്ങൾ കൊണ്ട് ആശയം പകരുന്നു ബ്രിട്ടീഷ് കലാകാരനായ ബാങ്ക്സി. ഏപ്രിൽ 30 ലണ്ടനിൽ ഒരു പൊതുസ്ഥലത്ത് പെട്ടെന്ന് ഒരു ശില്പം പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് ശ്രദ്ധയാകർഷിച്ച വാർത്ത സൃഷ്ടിച്ച ശില്പം. അത് സൃഷ്ടിച്ച കലാകാരൻ ബാങ്ക്സി തന്നെ. രാഷ്ട്രീയ അർത്ഥവ്യാപ്തിയുള്ള ചുവർ ചിത്രങ്ങളും ശില്പങ്ങളും മറ്റും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പലപ്പോഴായി സ്ഥാപിച്ചിട്ടുള്ളയാളാണ് ഇതിൻ്റെയും സൃഷ്ടാവായ ബാങ്ക്സി. സ്വന്തം പണം കൊണ്ട് അഭയാർത്ഥികൾക്ക് രക്ഷാബോട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. പ്രതിഷേധക്കാരെ ജുഡീഷ്യറി അടിച്ചമർത്തുന്നു എന്ന അർത്ഥത്തിൽ കോടതിക്കടുത്ത് വരച്ച ചുമർ ചിത്രം അധികൃതർ മായ്ച്ച സംഭവമുണ്ട്. ലണ്ടനിൽ പലയിടത്തായി വരച്ചു വെച്ച മൃഗങ്ങളുടെ ചിത്രങ്ങളും വാർത്ത സൃഷ്ടിച്ചിരുന്നു. കാഴ്ചക്കാർക്ക് കൗതുകം, അധികൃതർക്കും രസം. ലണ്ടൻ്റെ ഭാഗങ്ങളിൽ ആനകളെയും കടുവയെയും പെലിക്കൻ പക്ഷികളെയും ആൾക്കുരങ്ങിനെയും മറ്റും വരച്ച് സ്ഥാപിച്ചത് ടൂറിസ്റ്റുകളെ ഏറെ ആകർഷിക്കുകയുണ്ടായി. പതിറ്റാണ്ടുകളായി ഇങ്ങനെ വാർത്ത സൃഷ്ടിച്ചു വരുന്ന ബാങ്ക്സി ശരിക്കും ആരാണ്?
അത് പുറത്തറിയില്ല. അയാളുടേതെന്ന് പറയുന്ന ഇത്തരം ഫോട്ടോകൾ ഉണ്ടെങ്കിലും മുഖം കാണിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ പേര് പോലും അറിയില്ല. ലണ്ടൻകാരനാണ്. ഇപ്പോൾ അദ്ദേഹം പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളതും ലണ്ടനിൽ. കൊടി ഉയർത്തിപ്പിടിച്ച ആ രൂപം കൗതുക കാഴ്ചയായത് വെറുതെയല്ല. 2 കാര്യങ്ങൾ ഇതിൽ എടുത്തു കാട്ടുന്നുണ്ട്. ആ പതാക അയാളുടെ മുഖം മറച്ചിരിക്കുന്നു എന്നതാണ് ഒന്ന്. കാഴ്ച നഷ്ടമായി. അതിനാൽ അയാൾ ചുവടുവെക്കുന്നത് വൻ വീഴ്ചയിലേക്കാണ്. ശില്പം നൽകുന്ന സന്ദേശം ദേശീയതയുടെ കൊടി നമ്മുടെ നേതാക്കളുടെ കാഴ്ച നഷ്ടപ്പെടുത്തുന്നു എന്ന് തന്നെ. ഈ പോക്ക് പതനത്തിലേക്കാണ് എന്നും. ആ സന്ദേശം സാർവലൗകികമാണ്, സാർവകാലികമാണ്. മുസോളിനി മുതൽ ട്രംപ് വരെ, ഹിറ്റ്ലർ മുതൽ നെതന്യാഹു വരെ, സ്റ്റാമറും മോദിയും അടക്കം ബോധ്യപ്പെടുത്തുന്ന തിക്തസത്യം: ദേശസ്നേഹം തീവ്ര ദേശീയതയായി മാറുമ്പോൾ കാഴ്ച ഇല്ലാതാകുന്നു എന്ന്, രാജ്യം അധപ്പതിക്കുന്നു എന്ന്.